ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപാടെ ഒരു വലിയ പ്ലാസ്റ്റിക് കവറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതെന്തിനാന്നല്ലേ, ഇതാ നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മളുടെ കുറച്ച് ചിരട്ട ഇങ്ങനെ മേലെ കൂട്ടി വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടാണ്. അപ്പോൾ അത് എടുക്കാനുള്ളത് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇന്നെന്തായാലും വീക്കെൻഡ് അല്ലേ, അപ്പോൾ പിന്നെ നാളെ അവധിയാണല്ലോ. അപ്പോൾ ഇതങ്ങ് എല്ലാ പ്ലാസ്റ്റിക്കിലും അങ്ങ് നിറച്ച് വെച്ചിട്ട് അതങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു കവറിൽ ഫുള്ളാക്കിട്ടോ. അപ്പോൾ ആ കവറും തികയാതെ വന്നിട്ട് പിന്നെ 2-3 കവറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിലൊക്കെ ഈ ചിരട്ടകളാണെങ്കിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ബോറടിയായേ. അങ്ങനെ ആ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു ചിരട്ടൻ്റെ മേലെ മറ്റൊന്ന് ഇങ്ങനെ വെച്ച് ജസ്റ്റ് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, വേറെ ഒരു പണിയും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് നിറയാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുഞ്ഞെടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇത് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനതങ്ങ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഫൈനലി കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഞാനാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ എടുത്തിട്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഈ കവറാണെങ്കിൽ നന്നായി ടൈറ്റായിട്ട് അങ്ങ് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ എന്താവും, ഇതിൻ്റെ ഉള്ളിലുള്ള ചിരട്ടയൊക്കെ പുറത്ത് വരുമല്ലേ. അപ്പോൾ അത് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് അതങ്ങ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം എനിക്ക് പൊന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോവാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഒരു കവറിൽ ഒരു 1/4 ഭാഗം നിറച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വന്നതിന് ശേഷം ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ മീൻ കറിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ബ്രെഡും മീൻ കറിയും കൂടി കൂട്ടാൻ എനിക്ക് തോന്നിയോണ്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ ഞാനിതാണെങ്കിൽ ഫ്ലാഷ് വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണേ. അങ്ങനെ ബ്രെഡും പിന്നെ മീൻ കറിയും കൂട്ടി അത് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് അങ്ങ് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടാണ്. പിന്നെ ഈ കോട്ടും കൂടി ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ പുറത്തങ്ങ് എവിടെയെങ്കിലുമൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് വിചാരിച്ചു, കുട്ടൻ്റെയും ചക്കരേനെ കാണാണ്ട് കുറേ ആയില്ലേ, അപ്പോൾ അവിടെ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പെട്രോളൊക്കെ അടിച്ച് പോയി കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അങ്ങനെ എൻ്റെ സ്ക്രൂ ഒക്കെ കുറച്ച് ഇളകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ. അങ്ങനെ അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നാണെങ്കിൽ കോഫി അങ്ങ് കുടിക്കാൻ തോന്നി. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രി 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. പിന്നെ കോഫി മാത്രം കുടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഒരു സ്നാക്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു സാൻഡ്വിച്ച് പറയണ്ടായിരുന്നു എന്ന്. എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും കൊള്ളൂലായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കുറച്ച് ഉണങ്ങിയ രീതിയിലായിരുന്നു കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പകുതി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഴിച്ച് പകുതി അവിടെ തന്നെ ബാക്കി വെച്ചു കേട്ടോ. പിന്നെ കോഫി ട്രൈ ചെയ്തു. കോഫി ആണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ കോഫി ഞാൻ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട കുറച്ച് ബീട്രൂട്ടും കൂടി ഉണ്ടായിരുന്നേ, അതും കൂടി കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.